ഒരു പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും പല സിനിമ ഇറങ്ങുമ്പോൾ അത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നതിൻ്റെ കരുതുന്നു? സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരെന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അത് ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹേറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ. അതായത് ഞാൻ പറഞ്ഞു, ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ എല്ലാം നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്താനും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്തോടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി. എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റികൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ, പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നു പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയൊരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമല്ലോ. അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം കിടന്നുറങ്ങുന്ന ഒരു സ്ഥലത്ത് മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ച് മനസ്സിലാവുന്നില്ല. LJP ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇന്നിപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന്? 10 സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം കൂട്ടിവെച്ച ഒരു സിനിമയാണ് 10ാമത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എൻ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല, അത് തിയേറ്ററിൽ കാണുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 28 ദിവസം ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ പിന്നെ അത് 10-20 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരം ഉണ്ടാവും. അപ്പൊ ഈ 28 ദിവസം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്ക് വിശ്വസിക്കണം. സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ. സിനിമകളെല്ലാം എലിവേറ്റഡ് ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിലാണ് എല്ലാ സിനിമകളും വരുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിലാണ് ലോകത്തുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. ഹൂം ഫീഡ് ചെയ്യുന്നതിൽ താങ്കൾക്ക് താല്പര്യമില്ലാന്ന് കേട്ടിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട് ഈ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയ ശേഷം. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ മലയാളി സാധാരണ ഓഡിയൻസിന് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല. എൻ്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എന്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത്. ചില സമയം നമ്മള് അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഈ സിനിമ ഞാൻ പറയുന്നത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ്. അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല. അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം
ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക. ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഷിബു ചായന്മാ, ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്, കൊച്ചുമഞ്ചായൻ്റെ സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, നമ്മുടെ തന്നെ കമ്പനി ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ക്ലീൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്.